ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. ഉത്സവപ്പറമ്പുകളിൽ നാം സ്ഥിരം കാണുന്ന കാഴ്ചയാണ് പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ. നാം എത്രയൊക്കെ വളർന്നിരുന്നാലും ഈ കാഴ്ച ചിലപ്പോഴെങ്കിലും നമ്മെ പഴയ കാലത്തിലേക്ക്, നമ്മുടെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഇന്നത്തെ ഈ സൗഹൃദ യാത്രയിൽ നമുക്കൊരു ചെറിയ കഥയാകാം. നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്ന ബലൂണുകളും കൊച്ചുകുട്ടിയും ഒക്കെ അടങ്ങിയ ഒരു ചെറിയ കഥ. മനോഹരമായ ആകൃതിയിലുള്ള പല വർണ്ണങ്ങളിൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അവ വിറ്റുകൊണ്ടിരുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി ഏറെ കൗതുകത്തോടെ കടന്നു വന്നു. അതിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത സന്തോഷവും ആശ്ചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. നീല നിറത്തിലുള്ള ബലൂണിനെ ചൂണ്ടിക്കൊണ്ട് കുട്ടി ചോദിച്ചു, ഈ ബലൂണിന് എത്രയാണ് വില? കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു, ഇതിന് 20 രൂപയാണ്. കുട്ടി അടുത്ത ചോദ്യം ചോദിക്കുകയുണ്ടായി, ഈ മഞ്ഞ ബലൂണിന് എത്രയാണ് വില? അപ്പോഴും കച്ചവടക്കാരൻ അതേ മറുപടി പറയുകയുണ്ടായി, 20 രൂപ. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോ നിറത്തെക്കുറിച്ചും കുട്ടി എടുത്തെടുത്ത് അതിൻ്റെ വില ചോദിച്ചുകൊണ്ടേയിരുന്നു. കച്ചവടക്കാരൻ അതേ മറുപടി ആവർത്തിക്കുകയും ചെയ്തു. പല വർണ്ണങ്ങളിലുള്ളവ, ഓരോന്നും മറ്റൊന്നിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടവ. എന്നിട്ടും എല്ലാത്തിനും ഒരു വിലയാണല്ലോ? കുറച്ചേറെ സംശയത്തോടെ കുട്ടി ചോദിക്കുകയുണ്ടായി. കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു, കുഞ്ഞെ, ബലൂണുകൾ ഏത് നിറത്തിലുള്ളവയായാലും അവയിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് മൂല്യം കൽപ്പിക്കുന്നത്. ഏത് നിറത്തിലുള്ള ബലൂണായാലും ഒന്നൊന്നിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് കുറച്ചുകൂടി ഭംഗിയുള്ളതായാലും അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഒരേ വാതകമാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഒരേ വിലയുമാണ്. ബലൂൺ മഞ്ഞയാകട്ടെ, നീലയാകട്ടെ, പച്ചയാകട്ടെ, ഏത് നിറത്തിലുള്ളവയും ആയിക്കോട്ടെ, നാം അതിനെ ഒന്ന് വിട്ടുകൊടുത്താൽ അതിങ്ങനെ മുകളിലേക്ക് 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 ലയിച്ച് ലയിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ വാതകത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, മറിച്ച് അതിൻ്റെ നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. നാം മനുഷ്യരും ഇതുപോലെ തന്നെയാണ്. ബലൂണുകളിൽ നിറച്ച വാതകം പോലെ നാം നമ്മുടെ ഉള്ളിൽ എന്താണോ നിറയ്ക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് ബലൂണിൻ്റെ കളർ, അതുപോലെ നാം നമ്മെ, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ അവസ്ഥ, നമ്മുടെ സാഹചര്യം ഇതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യും. പക്ഷെ നാം അറിയുന്നില്ല, ഇതൊന്നും നമ്മുടെ ജയിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നവയല്ല. ഒരു ഓട്ട മത്സരം സംഘടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യം നമുക്ക് അനുകൂലമല്ലായിരിക്കും. നാം വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ വേണ്ടി എത്തിയത്. പക്ഷെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ലക്ഷ്യബോധമുണ്ടായിരിക്കും, ആഗ്രഹമുണ്ടായിരിക്കും. അങ്ങനെ ഒരു തീപ്പൊരി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ മത്സരം തുടങ്ങി കഴിയുമ്പോൾ ഒന്ന് ഇടറിയാൽ പോലും അത് വകവച്ചെന്ന് വരില്ല. ചിലപ്പോൾ മഴ പെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ ശക്തമായ വെയിലേറ്റെന്നിരിക്കും. അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ തീപ്പൊരി അതിങ്ങനെ ചെറുതായി ചെറുതായി ആളിക്കത്താൻ തുടങ്ങിയിരിക്കും. എപ്പോഴും നാം കേൾക്കാറുള്ളത് പോലെ, എനിക്ക് എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് നേടാൻ കഴിയില്ല എന്നുള്ളത് ഇനി പറയാൻ പാടില്ല. മനസ്സിലാക്കുക, ജീവിത സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നേടണമെന്നുണ്ടെങ്കിൽ, അതിന് മുന്നിലേക്ക് വരുന്ന ഏതൊരു പ്രതിസന്ധിയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഇടയിൽ നിന്നുള്ള കുറച്ച് പേർ, നമ്മളെ പോലെയുള്ളവർ, അവർ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത്. 1969 ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്, അദ്ദേഹം അന്നൊരു ദിവസം രാവിലെ എടുത്ത തീരുമാനമല്ല ചന്ദ്രനിൽ വരെ ഒന്ന് പോയി വരാമെന്ന്. മറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ പോലെ നാം കരുതും പോലെ അത് എളുപ്പത്തിൽ സാധിക്കുന്നവയല്ല. ചന്ദ്രൻ പോലും സാങ്കല്പിക കഥാപാത്രമായി മനുഷ്യൻ കരുതിയിരുന്ന കാലം. എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിക്കുമെന്നല്ല, ചുറ്റുപാട് എന്താണെന്നല്ല, മറിച്ച് അത് വേണം എന്നുള്ള തീരുമാനമായിരുന്നു. അതല്ലേ അദ്ദേഹത്തിന് അന്ന് അത് നേടാൻ സാധിച്ചത്, ചരിത്ര വിജയം അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചത്. നമ്മുടെ മുന്നിലൂടെ വിജയിച്ചു പോയവർ, അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. 10 പേരെ നാം എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരേ ആഗ്രഹമാണെന്ന് വെച്ചു.
കുറച്ചൊക്കെ എല്ലാവരും പ്രയത്നിക്കും. പക്ഷേ പകുതി വഴിയിൽ എത്തുമ്പോൾ അതിലൊരു 6 പേരെങ്കിലും തങ്ങൾക്കിത് അസാധ്യമാണ് എന്നൊരു വിലയിരുത്തൽ നടത്തി അതിൽ നിന്നും പിന്മാറും. ബാക്കി നിൽക്കുന്ന ആളുകൾ അവരൊക്കെ ചിലപ്പോൾ ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഏറെ പിറകിലായിരിക്കും. പക്ഷേ അവർക്കും അറിയാം തങ്ങളുടെ ആഗ്രഹം അത് അസാധ്യമാണ്. എന്നിട്ടും ആ ആഗ്രഹവും കൈവിട്ട് കളയാൻ അവർക്ക് മനസ്സനുവദിക്കില്ല. പിന്നീടുള്ള ജീവിതം അവരതിനായിട്ട് മാറ്റിവെക്കും. അവരുടെ മുന്നിൽ ആ ലക്ഷ്യം മാത്രമായിരിക്കും ഉള്ളത്. അങ്ങനെയുള്ളവരാണ് വിജയം നേടുന്നത്. നമ്മൾ കുറച്ചു പേർ മാത്രം വിജയിച്ചു പോകുന്നു. നമുക്കെന്താണ് സാധിക്കാത്തത് എന്നൊരു ചോദ്യം ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു പോകാറില്ലേ? ഇതാണ് കാരണം. അവരുടെ മനസ്സിൽ ആ ഒരു ലക്ഷ്യബോധമുണ്ട്. നമുക്കില്ലാതെ പോകുന്നതും അത് തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി ഒരു ലക്ഷ്യം ടാർഗറ്റ് ചെയ്യുക. അതിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുക. അസാധ്യമെന്ന് വിലയിരുത്താതിരിക്കുക. അസാധ്യമെന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് മറ്റൊരാൾ സാധിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അത് അസാധ്യമാകുന്നത്? നമ്മളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഒരേ ഊർജവും ഒരേ പ്രാണവായുവും അല്ലേ? നാം എത്രമാത്രം അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നു, കഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത വഴി നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ, വിജയങ്ങളൊക്കെ തുറന്നിരുന്നത്. എല്ലാവർക്കും ശുഭദിനം.